എ ക്യാമറ വിവാദത്തിൽ സർക്കാരിനെ പ്രതിരോധിച്ച് സിപിഎം. സർക്കാർ ഖജനാവിൽ നിന്ന് പദ്ധതിക്ക് വേണ്ടി ഒരു നയാ പൈസ പോലും ചെലവാക്കിയിട്ടില്ല. സർക്കാരിന്റെ രണ്ടാം വാർഷിക വികസന പദ്ധതികളുടെ ശ്രദ്ധ മാറ്റാനാണ് വിവാദം. പ്രതിപക്ഷ നേതാവിന്റെയും മുൻ പ്രതിപക്ഷ നേതാവിന്റെയും ആരോപണം ശുദ്ധ അസംബന്ധമാണ്. ഉപകരാർ നൽകാൻ കരാറിൽ തന്നെ വ്യവസ്ഥയുണ്ടെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ ഒന്നും കൂടി ഞാൻ ആവർത്തിച്ച് പറയാണ്, കേരള ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസയും AI ക്യാമറയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർത്തി വലിയ കണക്കിന് ഇവിടെ അഴിമതി നടത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ ശൃംഖല എല്ലാം തന്നെ അപൂർവം ഒഴിച്ച് അവരെയാ ഞാൻ പറഞ്ഞത്, ഒരു പൈസയും ഇന്നേ വരെ കേരള ഗവൺമെന്റ് ചെലവാക്കിയിട്ടില്ല. പിന്നെ എവിടെയാ ഈ അഴിമതി വരുന്നത്? അപ്പോൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ച് ഇനി അധികം വിചിത്രമാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 കോടി ഉൾപ്പെടെ അഴിമതിയാണ് ടോയ്സുമായിട്ട് ബന്ധപ്പെട്ട്. നല്ലോണം കേട്ടോ, കാരണം ഇതെല്ലാം പറയണല്ലോ. ഇതേവരെ പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് പറയുന്നത് എല്ലാം ആയിട്ടില്ല. ഇപ്പോഴും തന്നെ പറയേണ്ട കാര്യമില്ല, മൂത്തില്ല. മൂത്താലേ ഭരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇതാദ്യം ഇതെന്നെ പറയാം. പ്രതിപക്ഷ നേതാവ് പറയുന്നത് 100 കോടി രൂപയുടെ അഴിമതിയെ സംബന്ധിച്ചാണ്. നോട്ട് ചെയ്തോ, 100 കോടിയുടെ അഴിമതി. ആകെ 232 കോടിയാണ് കേട്ടോ, അതിലാണ് 100 കോടി. പക്ഷേ 100 കോടി പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് കുറയാൻ പാടില്ലല്ലോ. മുൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 132 കോടിയാണ്. നിങ്ങൾ ആദ്യം ഒരു യോജിപ്പിലെത്തും. ഖജനാവിൽ നിന്ന് നയ പൈസ ചെലവാക്കിയിട്ടില്ല എന്നാണ് എം വി ഗോവിന്ദൻ പറയുന്നത്. വികസന പദ്ധതികളുടെ ശ്രദ്ധ മാറ്റാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നതെന്നും ബി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, പ്രതിപക്ഷത്തിന്റേത് ശുദ്ധ അസംബന്ധം എന്നാണ് പാർട്ടി സെക്രട്ടറി പറയുന്നത്. എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അഴിമതി ആരോപണങ്ങൾ? ധന്യ, എ ക്യാമറ അഴിമതി ആരോപണം ഉയർന്ന് 2 ആഴ്ച പിന്നിടുമ്പോൾ ഇപ്പോൾ പൂർണ്ണമായും സർക്കാരിനെ സംരക്ഷിച്ച് മുഖ്യമന്ത്രിയെ പ്രതിരോധിച്ച് രംഗത്ത് വരികയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി. സിപിഎം സംസ്ഥാന സമിതി യോഗ തീരുമാനങ്ങൾ വിശദീകരിക്കാൻ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം വിശദമായ കുറിപ്പുമായി എ ക്യാമറയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുടെയും അതിന്റെ നിജസ്ഥിതിയുടെ എന്ന് അവകാശപ്പെടുന്ന വിശദമായ കുറിപ്പുമായി എം വി ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിലെത്തിയത്. ഒരു നയാ പൈസ പോലും സർക്കാർ ഖജനാവിൽ നിന്ന് ഈ കമ്പനിക്ക് ആർക്കും നൽകിയിട്ടില്ല. 5 വർഷം കൊണ്ട് നൽകേണ്ട തുക മാത്രമാണത്. എങ്ങനെയാണ് നൽകാത്ത തുക അഴിമതിയായി മാറുന്നുവെന്ന ചോദ്യമാണ് എം വി ഗോവിന്ദൻ മുന്നോട്ട് വച്ചത്. ഒരു കാരണവശാലും ഇതിൽ അഴിമതി നടന്നിട്ടില്ല. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ ശുദ്ധ അസംബന്ധമാണ്. മുൻ പ്രതിപക്ഷ നേതാവും വ്യത്യസ്തമായ കണക്കുകൾ പറഞ്ഞ് ആരോപണ പുകമറ സൃഷ്ടിക്കുകയാണ്. സർക്കാർ 2ാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് 100 ദിനം കൊണ്ട് പൂർത്തിയാക്കാൻ പോകുന്നത്. അത്തരം വികസന പ്രവർത്തനങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാൻ അവരുടെ കണ്ണിൽ പൊഴിയിടാൻ ഇത്തരം ആരോപണങ്ങളുമായി പ്രതിപക്ഷം രംഗത്ത് വരികയാണ്. മാധ്യമങ്ങൾ അത് ഏറ്റുപിടിക്കുകയാണെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറിയുടെ ആരോപണം. സർക്കാരിന് ഈ ഉപകരാർ ഏറ്റെടുത്ത കമ്പനികളുമായി ഒരു ബന്ധവുമില്ല. ആരുടെ കാര്യത്തിലും സർക്കാരിന് ഉത്തരവാദിത്തമില്ല. അതെല്ലാം കെൽട്രോണിന്റെ ഉത്തരവാദിത്തമാണ്. പൂർണ്ണമായും എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ കെൽട്രോണാണ് അതിന് ഉത്തരവാദി എന്ന് പറയുക കൂടിയായിരുന്നു സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി. മാത്രമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രനാൾ എന്തുകൊണ്ട് മൌനം തുറന്നുവെന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി മറുപടി പറയേണ്ട കാര്യമില്ല. ഇനിയും ഇത്തരം ആരോപണങ്ങൾക്ക് അസംബന്ധം ആയ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയേണ്ടതില്ല എന്നൊരു വിചിത്ര നിലപാടാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി. അല്ല, ആ വിചിത്ര നിലപാടിൽ പാർട്ടിക്ക് പോകാൻ സാധിക്കുമോ? എം വി ഗോവിന്ദൻ അത്തരത്തിൽ മുഖ്യമന്ത്രി പറയേണ്ടതില്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കുമെതിരായ ആരോപണങ്ങളാണ്. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞല്ലേ മതിയാകൂ. അത്തരം ആരോപണങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ചെയ്തത്. സിപിഎം ചെയ്തെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം സംസ്ഥാന സമിതി യോഗത്തിന് ശേഷമാണ് ഈ വാർത്താ സമ്മേളനം. വിശദമായ വാർത്താക്കുറിപ്പുമായി എത്തിയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വിശദീകരിച്ചത്. മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളുടെ കാര്യവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും ഉയർന്നു വന്നു. ഒരു ആരോപണമില്ല. എന്താണ് ആരോപണം? ആർക്കും ഇതിൽ പങ്കില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. പ്രസാദിയോ കമ്പനിയുടെ വളരെ വേഗത്തിലുള്ള വളർച്ച, അവർ ഈ കരാറുകൾ സ്വന്തമാക്കുന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും സർക്കാർ ഉത്തരവാദിത്തമുള്ള കാര്യമല്ല. അതെല്ലാം കെൽട്രോണാണ് ചെയ്യേണ്ടത്. ഉപകരാറുകൾ ആകാമെന്ന കരാർ വ്യവസ്ഥയിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉപകരാറുകൾ വച്ചു. അതിൽ ഒരു അഴിമതിയുമില്ല. എല്ലാം സുതാര്യമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി അവകാശപ്പെടുന്നത്. മാത്രമല്ല, ഇക്കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനും സിപിഎം തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങളുടെ നിജസ്ഥിതി സിപിഎം ജനങ്ങളോട് വിശദീകരിക്കുമെന്ന നിലപാടാണ് സംസ്ഥാന സെക്രട്ടറിയും പ്രഖ്യാപിച്ചത്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയേണ്ട കാര്യമില്ല. വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനുശേഷം വേണമെങ്കിൽ
മറുപടി പറയുമെന്നും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കി. തന്നെയാണ്. നന്ദി അരുൺ. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. AI ക്യാമറ വിവാദത്തിന് പിന്നിൽ ടെൻഡർ നഷ്ടപ്പെട്ട വ്യവസായികളുടെ കുടിപ്പകയാണെന്ന പ്രതിരോധവുമായി സർക്കാർ. ഇതിന് പ്രതിപക്ഷം കൂടപിടിക്കുകയാണെന്നും ഗതാഗത മന്ത്രി ആന്റണി രാജു ആരോപിച്ചു. പ്രസാഡിയോ കമ്പനിയുമായുള്ള പാർട്ടി ബന്ധം വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയച്ചു. കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ വെല്ലുവിളിച്ചു. ടെൻഡർ നഷ്ടപ്പെട്ട കമ്പനികൾക്കുള്ള പകയാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നാണ് ഗതാഗത മന്ത്രിയുടെ പുതിയ ന്യായീകരണം. നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി ആന്റണി രാജു. ഇത് വ്യവസായികൾ തമ്മിലുള്ള ആർക്കെങ്കിലും ടെൻഡർ കിട്ടിയില്ലെങ്കിൽ അവർ തമ്മിലുള്ള കുടിപ്പകയാണ് ഇതിന്റെ അടിസ്ഥാന ലക്ഷ്യം. അതിനുവേണ്ടി ടെൻഡർ നഷ്ടപ്പെട്ട വ്യവസായികൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ പ്രതിപക്ഷം കൂട്ടുനിൽക്കുകയാണ്. ഒന്നും ഒളിക്കാനില്ലെങ്കിൽ AI ക്യാമറ വിവാദത്തിൽ കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കാൻ തയ്യാറുണ്ടോ എന്ന ചോദ്യവുമായി കേന്ദ്രമന്ത്രി V മുരളീധരൻ. മുഖ്യമന്ത്രി പ്രസംഗം നിർത്തി ആരോപണങ്ങൾ സംബന്ധിച്ച് വിശദീകരണം നൽകണമെന്നും V മുരളീധരൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിലുള്ള അഴിമതിയും കൊള്ളയും നടത്തുന്നു എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദീകരണമാണ് അദ്ദേഹം നടത്തേണ്ടത്. അതിനു പകരം ഗീർവാണ പ്രസംഗങ്ങളല്ല വേണ്ടത്. വിവാദവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ദുർബലവും ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാണെന്നും ചെന്നിത്തല കത്തിൽ ആരോപിച്ചു. താങ്കളുടെ ബന്ധുവിന് പ്രസാദിയോ കമ്പനിയുമായി ബന്ധമില്ല എന്ന് പറയാനാകുമോ? വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് നടത്തുന്ന അന്വേഷണം തമാശയാണ്. ഇപ്പോൾ മറ്റൊരു വകുപ്പിലെ വിജിലൻസ് അന്വേഷണത്തെ AI ക്യാമറയുടേതാണെന്ന തരത്തിൽ ബോധപൂർവം പുകമറ സൃഷ്ടിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല കത്തിൽ ആരോപിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള.